Proverbs chapter 22 and verse 4. താഴ്മയ്ക്കും യോഗഭക്തിയുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകും. By humility and the fear of the Lord are riches and honor and life. നിങ്ങളിൽ പണം വേണ്ട എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ? Is there anyone among you that you do not need money? മാനം വേണ്ട എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ? Is there anyone that I don't need any humility or honor? ആർക്കെങ്കിലും നല്ലൊരു ജീവിതം വേണ്ട എന്നുള്ള താല്പര്യമുള്ളവരുണ്ടോ? Is there anyone who has the desire you don't need a good life? എന്നാൽ എനിക്ക് ഇതെല്ലാം വേണമെന്നാണ് എന്റെ ആഗ്രഹം. My desire is that I need all this. കാരണം എനിക്ക് പണം വേണം. Because I need money. എനിക്ക് ജീവിക്കണം. I have to live. എനിക്ക് മാനം വേണം. I need honor. സ്ഥാനങ്ങൾ വേണം. Positions. ഇതെല്ലാം എനിക്ക് ആഗ്രഹമുണ്ട്. I have a desire. I have the wish for all these things. ഇതെല്ലാം ലോകപ്രകാരം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ലോകപ്രകാരം ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. And in a worldly way, if we have to receive all these things, and we should also have some worldly qualifications. കാരണം നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. If you have good education, you have all probability of getting a good job. നല്ല ജോലി കിട്ടുകയാണെങ്കിൽ നല്ല സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കിട്ടും. If you have a good job, then financially you will become richer. നല്ല വിദ്യാഭ്യാസവും നല്ല സാമ്പത്തികമായിട്ടുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിൽ മാന്യത ഉണ്ടാകും. Good education as well as a good job, then in the society you will have a better honor and position. എന്നാൽ ഇതൊക്കെയും ഒരു നിമിഷം കൊണ്ട് തന്നെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. So there is possibility that in a moment all these things will vanish. പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാം, എല്ലാവരും പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ നമ്മുടെ സഭകളിലേക്ക് വരുന്ന അഭ്യർത്ഥനകളിൽ ഭൂരിപക്ഷവും രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനകളായിരിക്കും. Oftentimes we know that there are many appeals that we are getting. Most of the content of the appeal is that many are sick and we have to pray for their healing. അപ്പോൾ പലരും രോഗികളായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാവരും എക്സസൈസ് ചെയ്യണം എന്ന് ഉള്ള നിർബന്ധം എല്ലാവരോടും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. As many have become sick in their life, and those who are in the medical field, they know that it is the suggestion and advice that everybody should continue in a good exercise. പഴയ കാലത്ത് ആളുകളൊക്കെയും നല്ല അധ്വാനികളായിരുന്നു, അതുകൊണ്ട് അവർക്ക് എക്സസൈസ് വേണ്ടി വരുന്നില്ല. In the olden times, people were working very hard, so they didn't have to do extra exercises. ഇന്നത്തെ കാലത്ത് എല്ലാവരും വളരെ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുള്ളവരാണെങ്കിലും അധ്വാനികൾ എന്ന് പറയാൻ ഒക്കില്ല. Even though today many have those financial gains, but we cannot say that they are good people exercising good. എന്നാൽ ശാരീരിക അധ്വാനമാണ് ഞാൻ ഉദ്ദേശിച്ചത്, മറ്റുള്ള അധ്വാനത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. When I say that, not the efforts of other things, but our physical exercise. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് രോഗങ്ങൾ എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമാണ്. Today's world diseases are a common thing. സാധാരണമായും പ്രമേഹവും അതുപോലെ രക്തസമ്മർദ്ദവും അതുപോലെ തന്നെ കൊളസ്ട്രോളും ആണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. The common problem we are facing today is that hypertension and as well as diabetes and things like that. അതിനുവേണ്ടി എക്സസൈസ് ചെയ്യണം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. So it is commonly suggested and advised that you have to continue certain exercise. മെഡിസിൻ മാത്രം പോരാ, എക്സസൈസും കൂടി ഉണ്ടെങ്കിൽ അത് സുഖമാകും എന്ന് പറയുന്നു. Not only that you need medicine, but along with exercise you can overcome those problems. ഇതിനോട് ബൈബിളും ഒരിക്കലും എതിരല്ല, എക്സസൈസ് ചെയ്യരുതെന്ന് ബൈബിളും പറയുന്നില്ല. Along with that or along with the same idea, Bible is not against those exercises. നമുക്ക് നോക്കാം, 1 തീമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമ്മൾ വായിച്ചു നോക്കാം. We will read 1 Timothy chapter 4 and verse 8. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ. മതി. ശരീര അഭ്യാസം അല്പപ്രയോജനം ഉള്ളത് അത്രേ. For bodily exercise profiteth little. നമ്മുടെ ശരീര അധ്വാനം എന്ന് പറയുന്നത് ഈ രോഗത്തിന് ഒരു പരിധി വരെ നമുക്ക് ഒരു ആശ്വാസമായിരിക്കും. Our bodily exercise to a certain extent that will be a comforting position. മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ പല ശീലങ്ങൾ നമ്മുടെ രോഗത്തെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത് കൊണ്ട്
ശീലങ്ങളിൽ മാറ്റം വരുത്തിയാലും രോഗത്തെ നമുക്ക് സമീപിക്കാനായിട്ട് സാധിക്കും. Not only that, if we continue certain daily routines in our life, if we change those routines or alter the routines a little bit, some of the benefit that we can, the habitual that we can change, then that will benefit for our physical well-being. അതുകൊണ്ട് ഇതൊക്കെയും നല്ലതാണ് എന്ന് പറയുന്നതിൽ ബൈബിളും നമ്മളോട് അനുകൂലിക്കും. When we say these are good for us, the Bible is in favor of it. കാരണം ഇത് ശരീരത്തിന് നല്ലതാണെന്ന് പറഞ്ഞാൽ ഈ ശരീരം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇല്ലാതെയാകുന്നതാണ്. When you say it is good for the body, this body will finish in this earth. എന്നാൽ അതിന്റെ തൊട്ടുള്ള വാക്യത്തിൽ പറയുന്നത് ദൈവഭക്തിയോ ഈ ലോകത്തിനും വരുവാനുള്ള ജീവിതത്തിലും പ്രയോജനം ഉള്ളത് തന്നെ. But as we continue, but godliness is profitable unto all things, having promise of the life that is now and that which is to come. അപ്പൊ നമ്മൾ നേരത്തെ വായിച്ചത് താഴ്മയും യഹോവ ഭക്തിയുടെയും പ്രതിഫലം എന്നാണ്. We have read earlier the reward of humility as well as fear of God. അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് നമുക്ക് ധനവും കിട്ടും, മാനവും കിട്ടും, ജീവിതവും കിട്ടും. So when we fear God, we will have the riches as well as the honor as well as life. അത് ദൈവവചനത്തിലുണ്ടോ? നമുക്ക് പണം കിട്ടും എന്നുള്ളത് ദൈവവചനത്തിലുണ്ടോ? Is there anything mentioned in the Bible that we will have riches or money? ഞാൻ വായിച്ചു നോക്കിയപ്പോ എനിക്കൊരു വാക്യം കിട്ടിയായിരുന്നു. When I read that, I found a verse. നമുക്ക് നോക്കാം. 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. First King chapter 3 verse 12 onwards, can we look into that? ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു, ജ്ഞാനവും വേഗവുമുള്ള ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകുകയില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് നീ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ആവശ്യപ്പെടാത്ത സമ്പത്തും മാനവും നിനക്ക് ഞാൻ തന്നിരിക്കുന്നു എന്നാണ്. We read that the things that you have not asked, both riches and honor, I have given you. കാരണം ശലോമോന്റെ ജീവിതത്തിൽ ശലോമോൻ ദൈവത്തോട് ആവശ്യപ്പെട്ട വരം അല്ലെങ്കിൽ ദൈവത്തോട് ആവശ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനം വേണം എന്നുള്ളതാണ്. In the life of Solomon, what he asked God to give in his life is that something that he asked is that you have to give the wisdom and understanding to discern and rule these people. അതുകൊണ്ട് ദൈവം അവന് അത് മുഴുവനും തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. So because of that, God is giving a promise to Solomon that I will give you everything that you asked. അതുകൊണ്ട് ഈ ദൈവഭക്തി ഈ ലോകത്ത് നമുക്ക് പണം തരും, അതുപോലെ തന്നെ നമുക്ക് മാന്യത ഉണ്ടാക്കി തരും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെയും സുരക്ഷിതമാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. So we should not have any doubt in our mind that godliness will give us those honor as well as riches and also a good life or an eternal life. അതുപോലെ നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലും കൂടി നമുക്കൊന്ന് നോക്കാം. We will come to Matthew's Gospel chapter 5. അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. Verse 6, Matthew 6 and 5 and 6. നീതിക്ക് വിശന്ന ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. Verse 5. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. ഓക്കെ, മതി. സൗമ്യത എന്ന് പറയുന്ന വാക്ക് താഴ്മ എന്ന് പറയുന്ന വാക്കിനോട് തുല്യമായിരിക്കുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The word meek is also we can compare as a humility. നമുക്ക് അതേ വാക്യം അതേപോലത്തെ ഒരു വാക്ക് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. മത്തായി 11-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. Matthew 11 and verse 10, we can see comparable words. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാണ്. അതിന്റെ 29-ാം കൂടി ഒന്ന് വായിക്കും. Verse 29, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും. അപ്പം യേശുവിന്റെ നുകം എന്ന് പറയുന്നത് താഴ്മയുള്ളതും സൗമ്യതയും ഉള്ളതുമായ ഒരു നുകമാണ്. And when we say the yoke of Jesus Christ is meekness and lowly in heart. അപ്പൊ
യേശുവിന്റെ മുഖം ഏറ്റുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നാം താഴ്മ ധരിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. So when we say that you have to have the yoke of Jesus Christ, and that means you have to have the humility and the meekness and live a life accordingly. നമുക്ക് ഒന്നും കൂടി നോക്കാം. മത്തായി 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. Matthew 17 and verse 4 again. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. 18:4. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകും. ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനായിരിക്കും എന്നാണ്. It is said that whosoever therefore shall humble himself as this little child, the same is greatest in the kingdom of heaven. ഒരു കൊച്ചു കുഞ്ഞ് എങ്ങനെയാണ് താഴ്മയായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. We can understand, or we know that how a small child will be sitting before us with humbleness. കാരണം ഒരു ശിശുവിനെ പോലെ അവരുടെ മുമ്പിൽ നാം എന്ത് പറഞ്ഞാലും അത് അവർ വിശ്വസിക്കും. And like in the case of a small child, whatever we tell them, they will definitely believe it. കാരണം അവർക്ക് അതിനെ കുറിച്ച് അറിവില്ല എങ്കിലും എന്റെ പിതാവ് ഇതെല്ലാം തരാൻ ശക്തനാണ് എന്ന് അവർ വിശ്വസിക്കുക. Even though they don't have the knowledge about all those things, but they believe that my father is able to give everything that he has promised. എന്റെ പിതാവിനോട് ചോദിച്ചാൽ അത് കിട്ടും എന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. They have the faith and believe that if I ask my father, I will get it. അപ്പൊ നമ്മൾ പറയാണ്, മോനെ ഞാൻ നാളെ മേടിച്ചു തരാന്ന് പറഞ്ഞാൽ അവൻ കാത്തിരിക്കുന്നു നാളെ വരെ. And if you say that the father says, son, I will buy that tomorrow, then he will wait until tomorrow. പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ ഇന്നും പറ്റില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിത്തരാം എന്ന് പറഞ്ഞാലും പിന്നെയും അവൻ കാത്തിരിക്കുന്നു. And the next day probably you might say that I cannot do that today, I will buy next time, and he will wait until the next time. നാം വാങ്ങി കൊടുക്കുന്ന സമയം വരെയും അവൻ കാത്തിരിക്കുന്നു. And until the time we buy and give it to him, he is waiting. അതുപോലെയാണ് നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മ ധരിച്ചുകൊണ്ട് നാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാനായിട്ട് കാത്തിരിക്കണം. And likewise we have to humble ourselves, wait in the presence of God in order to receive his blessings. അപ്പോ താഴ്മ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും എന്നുള്ളതിന് വേറെയും നല്ലൊരു ഉദാഹരണം നമ്മുടെ കർത്താവ് തന്നെയാണ്. It is another example in the life of our Lord Jesus Christ that the humility or the meekness will bring greater blessings in our life. അത് നോക്കുമ്പോൾ നമ്മൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ നാം കർത്താവിന്റെ ഈ ലോകത്ത് വന്നതിന്റെയും കർത്താവിന്റെ താഴ്മയെ കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. Philippians chapter 2 and verse 6 onwards, when we can read that Lord Jesus Christ coming to this world with the humility and humbleness and the way that he has appeared in this world. അവൻ ക്രൂശിനോളം തന്നെ താൻ താഴ്ത്തി. And he humbled himself to the cross. അപ്പോൾ അവന്റെ നാമം സകല നാമത്തിനും മേലാ ഉയർത്തപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. And then we can see that God has given him a name which is above every other name or every name. അതുകൊണ്ട് എല്ലാ മുഴങ്കാലും ആ തിരുമുമ്പിൽ അടങ്ങുവാൻ തക്കവണ്ണം ആ നാമം ഏറ്റവും ഉന്നതമായ നാമമായി ഉയർത്തപ്പെട്ടതായി കാണാൻ കഴിയും. And we can see that name is lifted above every other name, so that every knee shall bow before him. നമുക്ക് കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ, John's Gospel chapter 17 and verse 11, we can see another word. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരെ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. That you have given me, so you have to really keep them safe or preserve them. അപ്പോ കർത്താവ് പറയുന്നത്, നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അവരും ആയിരിക്കണം എന്നാണ് കർത്താവിന്റെ ആഗ്രഹം. It is the desire of our Lord that how I am before you, Lord, and they should also be. അപ്പൊ നമ്മുടെ നാമം ഉയർത്തപ്പെടും എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. So we understand that our name will be exalted from all these things. അപ്പൊ കർത്താവിനെ പോലെ താഴ്മ ധരിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നാൽ നമ്മുടെ നാമം നമുക്ക് മാന്യത ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. So likewise in the case of our Lord Jesus Christ, if we humble ourselves, have the meekness, there will be a lot of honor coming our way. എന്താണ് നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിന് കാരണം? What is the reason of failure that we have in our life?
നമ്മള് പലപ്പോഴും താഴാൻ തയ്യാറല്ല. We are not ready to humble or have that meekness. നമ്മുടെ ദൈവഭക്തി എന്ന് പറയുന്നത് വെറും ചടങ്ങാചാരമായി കൊണ്ടുപോകുന്നു. Our goal is simply an outward expression of things. അതുകൊണ്ട് വാസ്തവത്തിൽ ദൈവഭക്തിയും താഴ്മയും ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ആയിത്തീരുവാൻ കഴിഞ്ഞാൽ ദൈവം വാഗ്ദാനം ചെയ്ത ധനവും മാനവും ജീവനും നമുക്ക് സ്വന്തമാക്കാം. So as it is said in the Bible that the humility and the humbleness, if we are able to demonstrate that in our life, then the God riches that will be our own. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തി നമ്മുടെ കുറവ് എവിടെ എന്ന് ഓരോരുത്തരും സ്വയം പരിശോധിച്ചാൽ മതി. ആരെയും പരിശോധിക്കേണ്ട ആവശ്യമില്ല. Nobody has to examine someone else, but if you do a self-examination where we have failed or where I have failed, then that will be a great blessing for you. അപ്പൊ എന്റെ ദൈവത്തോടുള്ള എന്റെ ഭയം, ദൈവത്തോടുള്ള എന്റെ ഉത്തരവാദിത്വം, അതുപോലെ എന്റെ ജീവിതത്തിൽ എന്റെ താഴ്മ, ഇവയൊക്കെയും എങ്ങനെയുണ്ട് എന്ന് ഓരോരുത്തരും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. So the fear towards God and also the humility before God, if every person individually search their life and see, then we will be able to identify the answer for that. അതിന് പരിഹാരം വരുത്തുമ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത ഈ 3 അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. When we are able to find a solution for all these problems, then all these 3 blessings that God has promised, that we will be able to receive that. ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. May God help us for that. 136 സങ്കീർത്തനത്തിന്റെ 21 വാക്യത്തിൽ പറയുന്നത് പോലെ വിസനത്തിന്റെ മാർഗം എന്നിൽ ഉണ്ടോ എന്ന് ശോധന ചെയ്യുവാൻ ദൈവത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. Psalm 136, and we read that the Lord search me that if there is anything wrong in my life, so that we have to surrender our life so that we should be able to search. 26 സങ്കീർത്തനത്തിന്റെ 2 വാക്യത്തിൽ വായിക്കുന്ന പോലെ എന്റെ ഹൃദയത്തെ ശോധന ചെയ്യണമേ എന്ന് ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാം. Again Psalms 26 and verse 2, and I say that you search my heart, likewise Lord, surrender that the God will search our life. അപ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമുക്കത് വേണ്ടതായിരിക്കുന്ന വെളിച്ചം തരികയും നമ്മെ സ്വയം ശോധന ചെയ്ത് ദൈവത്തിന്റെ മുമ്പിൽ താഴ്ത്തുവാൻ ഇടയാക്കുകയും ചെയ്യും. So God will give us light in our hearts so that we will be able to do a self-examination of our life. Then we will be able to humble before God. ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us for that. അവസരമൊരുക്കിയ സഭയ്ക്കും മുഖാന്തരമൊരുക്കിയ ദൈവത്തിനും എന്റെ ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുന്നു. I convey my heartfelt thanks to the assembly as well as God who gave me this opportunity. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയംഗമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. My heartfelt thanks to all of you once again. നിങ്ങൾ തുടർന്നും ഞങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ വരുന്ന നാളുകളിലും തുടർന്ന് പ്രാർത്ഥനയിൽ ഓർക്കുകയും സഹായിക്കുകയും ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യുമാറാട്ടെ. May God give you all the grace that you will be able to remember us in your prayers and uphold one another in your continued prayer. Thank you. May God bless you.